വയനാട്ടിലെ ആളെക്കൊല്ലിക്കടുവയെ മയക്കുവെടി വെക്കുന്നതിന് ഉത്തരവ് പുറപ്പെടുവിച്ചു. ആവശ്യമെങ്കിൽ വനാതിർത്തിയിൽ കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചു. ഇന്ന് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ രാത്രിയോടെ കാറ്റ് കയറ്റിയിരുന്നു. വിവരങ്ങളുമായി ഫൈസൽ നെടുമ്പാല ചേരുന്നു. ഫൈസൽ, ഇപ്പോഴും ഭീതി നിൽക്കുന്നുണ്ട്. കാട് കയറ്റിയെങ്കിലും മറ്റ് നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുകയും ചെയ്തിട്ടുണ്ട്, കൂടുവെക്കുന്നത് ഉൾപ്പെടെ. എന്തൊക്കെ തീരുമാനമാണ് വനംവകുപ്പിന്റേത്? എത്രത്തോളം ജാഗ്രതാ നിർദ്ദേശമുണ്ട്? ധന്യ, ഇന്നലെ മാരനെ കൊലപ്പെടുത്തിയ അതേ ഇടത്താണ് ഇന്ന് വൈകിട്ടോടെ വീണ്ടും കടുവയെ കണ്ടത്. ഇതേ തുടർന്ന് കനത്ത ജാഗ്രതാ നിർദ്ദേശം പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ കടുവയെ നേരിൽ കണ്ടിരുന്നു. വൈകിട്ടോടുകൂടി പടക്കം പൊട്ടിച്ച് ഈ കടുവയെ കാട്ടിലേക്ക് തുരത്തിയെങ്കിലും വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല. കൃത്യമായിക്കൊണ്ടുള്ള നൈറ്റ് പെട്രോളിംഗ് ഒക്കെ തന്നെ ഈ പ്രദേശത്ത് നടത്തുന്നുമുണ്ട്. കടുവയെ കൂടുവെച്ചും പിടികൂടാനുള്ള ഒരു സാധ്യത വനംവകുപ്പ് തേടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്ത് ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതൽ കൂടുകൾ വനമേഖലയോട് ചേർന്നുകൊണ്ട് വെക്കാനുള്ള നടപടികൾ കൂടി വനംവകുപ്പ് സ്വീകരിച്ചു വരികയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ കടുവ കൂട്ടിൽ കുടുങ്ങാതിരിക്കുകയാണെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഒരു ഉത്തരവും കൂടി ഇപ്പോൾ വനംവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും കടുവയെ ഏതെങ്കിലും തരത്തിൽ കാണുകയാണെങ്കിൽ ആ കടുവയെ മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള നീക്കത്തിലേക്കാണ് വനംവകുപ്പ് കടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടീമുകളെയൊക്കെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. രാത്രിയും വൈകിയും കടുവക്കായുള്ള തിരച്ചിൽ വനംവകുപ്പ് ഊർജിതമാക്കുകയാണ്. ഇന്നലെ ഒരാളുടെ ജീവൻ നഷ്ടമായതുകൊണ്ട് തന്നെ ഇത് നരഭോജി കടുവയാണ്. പക്ഷെ ഇത് കേരള വനംവകുപ്പിന്റെ ലിസ്റ്റിലുള്ള കടുവയല്ല എന്നുള്ളതാണ് കേരള വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഇത് കർണാടക വനമേഖലയിൽ നിന്ന് വന്ന കടുവയാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. അതിനെതിരെ CPM ഉൾപ്പെടെ വലിയ രൂക്ഷമായിക്കൊണ്ടുള്ള ഒരു വിമർശനം കർണാടക വനംവകുപ്പിനെതിരെ ഉന്നയിച്ചിട്ടുമുണ്ട്. നരഭോജി കടുവ കർണാടക പിടികൂടി കേരള വനാതിർത്തിയിൽ കൊണ്ടിട്ടതാണ് എന്നതടക്കമുള്ള ആരോപണമാണ് പുൽപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ നേതാക്കൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വനംവകുപ്പ് എന്തായാലും ജാഗ്രത പാലിച്ചിട്ടുണ്ട്. പുലർച്ചെ ഈ ഭാഗങ്ങളിലുള്ളവരോട് ജോലിക്ക് പോകരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. വനത്തിൽ ആരും പോകരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് കടുവയുടെ പ്രജനന കാലമാണ്. അപ്പോ ഫെബ്രുവരി പകുതിയോടുകൂടി അത്രയും സമയം ഈ കടുവ വനത്തിൽ നിന്ന് വിട്ട് ജനവാസ മേഖലയിലേക്കൊക്കെ തന്നെ ഇര തേടി ഇറങ്ങാനുള്ള ഒരു സാധ്യത കൂടുതലുള്ള കാലം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇന്നിപ്പോ ഉണ്ടായിരിക്കുന്ന ഈ ദേവർഗദ്ദ ഈ മേഖലയിലൊക്കെ തന്നെ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഉന്നതിയിൽ താമസിക്കുന്ന ആളുകളാണ്. അവർ കൂടുതലും വനത്തിനുള്ളിലേക്കൊക്കെ വലിയ വനത്തോട് ചേർന്ന് കിടക്കുന്ന ആ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ പോയി ജോലി നോക്കുന്ന അല്ലെങ്കിൽ അത്രത്തെ കാടിനോട് ചേർന്ന് ഇട ചേർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യ സമൂഹമാണ്. അപ്പൊ ക്ഷമിക്കണം, അവർക്ക് പുറത്ത് മറ്റു ജോലികളിലേക്കൊന്നും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും ഈ ഭാഗങ്ങളിലുള്ളവർക്ക് കനത്ത ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി ഫൈസൽ.